മെഗാ കരിപ്പൂരിൽ സ്വർണം പൊട്ടിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിനെ ഇങ്ങനെ പിടിച്ചു വരുമ്പോഴാണ് അതിനകത്തെ ഒരാള് CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു CPM സംബന്ധിച്ച് ഈ ശനി ബാധിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് വീണ ടീക്ക് വേണ്ടിയിട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കണം, ഇപ്പുറത്ത് ഇതേപോലുള്ള സഖാക്കൾക്ക് വേണ്ടിയിട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കണം. ഒരു ക്യാപ്സ്യൂൾ ക്ഷാമം ഇപ്പോ CPM നേരിടുന്നുണ്ടോ? അതെ, ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾക്ക് ഈ വർക്കിലോട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. പിന്നെ ഒരു കാര്യമുണ്ട് രാഹുൽ, ഈ മാല പൊട്ടിക്കുന്ന ആൾക്കാർ, സ്വർണം കവർച്ച ചെയ്യുന്ന ആൾക്കാർ, തിരിമറി കാണിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ പാർട്ടി ഭേദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊക്കെ ഓരോ മനുഷ്യരുടെ മൈൻഡ് സെറ്റും അവരുടെ ഉള്ളിലെ ക്രിമിനൽ വാസനയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് സമൂഹത്തിലിറങ്ങി ചെയ്യാൻ ഒരു മറവ് വേണമെങ്കിൽ ഈ പറഞ്ഞ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നാൽ ഇത് പോസിബിൾ ആകും. കാരണം എന്ത് ചെയ്താലും പൊതിഞ്ഞു പിടിക്കാനും ക്യാപ്സ്യൂൾ ഉണ്ടാക്കാനും കുറെ ആൾക്കാർ ഉണ്ടാകും. എന്നെങ്കിലും എനിക്ക് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ നോർമലായിട്ട് ജീവിക്കാനും സാധിക്കുമെന്നുള്ള തോട്ട് ഉണ്ടാവുന്നത് ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇതിനകത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കരിപ്പൂരിൽ മാന പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടുള്ള ഏകദേശം 8-9 പേരുണ്ട്. അതിനകത്ത് ഒരാൾ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, ബാക്കിയുള്ളവരെല്ലാം പാർട്ടിയുമായിട്ട് അനുഭാവമുള്ള ആളുകളാണ്. ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ ഇതിനു മുമ്പിട്ട് കണ്ടിട്ടുള്ളതാണ്, പാർട്ടി പലപ്പോഴും പ്രതിരോധത്തിലാകുന്നു. ഇത്തരത്തിലുള്ള പല ഗുണ്ടാ സെറ്റപ്പുകൾ, ഗുണ്ടകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിരോധത്തിലാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്വർണ്ണ മോഷണം, ഇപ്പോൾ മാല മോഷണം, ഇത്തരത്തിലുള്ള വിഷയത്തിനും കൂടെ CPM അണികൾ, അതും ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പിടിക്കപ്പെടുമ്പോൾ അത് CPM വലിയ മോശം ചെയ്യില്ലേ? തീർച്ചയായിട്ടും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിടിച്ചിട്ടുള്ളത്. അതും പോരാത്തതിന് അദ്ദേഹം ബിനീഷ് കോടിയേരിയുമായി ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബിനീഷ് കോടിയേരി അത്യാവശ്യം ഒന്ന് അദ്ദേഹത്തിന്റെ ഇമേജ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് തിരിച്ച് പാർട്ടിയിലൊക്കെ കയറി ഒന്ന് ആർജവത്തോടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നുള്ള ബാനറിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അതൊരു അഭിമാനക്ഷതം തന്നെയാണ്. അതെ, കണ്ണൂർ സഖാക്കളെ ഈ കണ്ണൂർ ബെൽറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ക്രിമിനൽ വാസനകളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ കണ്ണൂർ എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബോംബാണ്. അപ്പോൾ കണ്ണൂർ എന്ന ജില്ലയെ ബോംബ് അല്ലെങ്കിൽ ബോംബ് പൊട്ടുന്ന സ്ഥലം, ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് ചാപ്പ കുത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. പക്ഷെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്താണ് അവിടെ അങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ചുവപ്പ് കോട്ടയായതുകൊണ്ടാണ്. അവിടെ നമുക്ക് അറിയാം, ഈ പ്രശ്നബാധിത മേഖലകൾ ഉണ്ടല്ലോ, ഈ ഒരു 90% എബോവ് പാർട്ടി വോട്ടുകളുള്ള പ്രശ്നബാധിത മേഖലകളിലെല്ലാം തന്നെ അവിടെ പോലീസിന് പോലും കൃത്യമായി ഇറങ്ങി ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ എല്ലാം തീരുമാനിക്കുന്ന പാർട്ടിയാണ്. പാർട്ടിക്കൊപ്പം നിന്നാൽ ആർക്കും ആരെയും ഭയക്കണ്ടാവുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിനെ ഈ പറയുന്ന ക്രിമിനൽ വാസനകൾ കൂടുതലുള്ള ആൾക്കാരെന്ന് നമ്മൾ പോലും അറിഞ്ഞു പോകുന്നത്. ഇപ്പൊ തന്നെ അർജുന ആണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പോട്ട് ഈ ഗുണ്ടാ സംഘങ്ങളെല്ലാം കൂടി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഒരു ഹോട്ടലിൽ നടക്കുന്നു. അപ്പൊ അവിടേക്ക് പോലീസ് ഇരച്ചു കയറി ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്റെ ജീവിതം നശിപ്പിച്ച ഈ പോലീസുകാരനെ, എല്ലാം അടക്കി ജീവിച്ചിരുന്ന എന്നെ വീണ്ടും ഇതിലേക്ക് വലിച്ചിട്ട പോലീസുകാരെ, നിന്നെ ഞാൻ എടുത്തോളാം, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, നിന്നെ ഞാൻ തട്ടിക്കളയും എന്നുള്ള രീതിയിലുള്ള വലിയൊരു ഭീഷണി കത്ത് ഫേസ്ബുക്കിലൂടെ ഇടുന്ന കണ്ടോ. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ പോലീസിനെ വരെ സമൂഹ മാധ്യമങ്ങൾ വന്നിട്ട് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ പോലീസുകാർ വരെ പേടിച്ചു പോകില്ല ഇത്തരത്തിലുള്ള ആളുകൾ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പോലീസുകാർക്ക് പലർക്കും കൃത്യമായി നടപടി എടുക്കാനോ അല്ലെങ്കിൽ നീ ഏതാടാന്ന് ചോദിക്കാൻ ഭയമുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾ വരെ, കഴിഞ്ഞ 10 വർഷക്കാലം അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. കാരണം ആഭ്യന്തരം ഭരിച്ചിരുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, ഈ പറഞ്ഞ സ്വജന പക്ഷപാതം ഏറ്റവും കൂടുതൽ കാണിച്ച ഒരു മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്നൊരു കോള് മുകളിലേക്ക് ചെല്ലുകയാണ്, ഞങ്ങളുടെ പിള്ളേരെ പിടിച്ചു വെച്ചേക്കാണ് അല്ലെങ്കിൽ കേസെടുത്തിരിക്കുകയാണെന്നൊരു കോള് വരികയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം അറിയുകയോ ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കേണ്ടി വരുന്നത് ഈ പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഭയം ഉണ്ടാകാം, അല്ലെങ്കിൽ അതങ്ങ് കണ്ണടച്ചേക്കാം എന്നുള്ളൊരു തോട്ട് ഇവർക്കിടയിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന പലരും, രാഹുലിന് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ 1 മാസം മുൻപ് അല്ലെങ്കിൽ 2 മാസം മുൻപ് ഈ പറഞ്ഞ മാല പൊട്ടിക്കൽ അല്ലെങ്കിൽ ഈ നടന്ന അനിഷ്ട സംഭവങ്ങളൊന്നും കണ്ണൂരിൽ നടന്നിട്ടുണ്ടാകില്ലേ എന്ന്? ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. ഇത് പുറത്തു പറയാനും അതുപോലെ ഇവർ ഗുണ്ടായിസം കാണിച്ചതും ഭീഷണിപ്പെടുത്തിയതും വധഭീഷണി മുഴക്കിയതുമായ സംഭവങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അത് പുറത്തു വരാൻ കുറച്ചുകൂടിയുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ഇപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ തില്ലങ്കേരി സഖാക്കൾ,
സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് ഫാൻസുള്ള ആളുകളാണ്. അർജുൻ ആയങ്കി ആണെങ്കിലും അതേപോലെ ആകാശ് തിലങ്കേരി ആണെങ്കിലും ഇവർക്കെല്ലാം പ്രത്യേക ഫാൻ ബേസുകളുണ്ട്, ഫാൻ ബേസ് പേജുകളുമുണ്ട്. ടോക്സിക് ഫാൻ ബേസ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചകൾ, അതേപോലെ തന്നെ ഒരു ഓപ്പൺ ജീപ്പിൽ കയറിയിരുന്ന് ഇവരെല്ലാവരും കൂടെ ആഘോഷിക്കുന്ന രംഗങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ ഇടുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നതും സഖാവെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നതും ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇവർ ചെയ്തിട്ടുള്ള ക്രൂരതകൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോ ഷുഹൈബിന്റെ മരണ വാർത്ത അപ്പോൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിന് അത്രത്തോളം ശക്തിയുള്ള ആളുകളാണ് ഇവരെല്ലാം. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകൾ, പാർട്ടിക്ക് വേണ്ടിയിട്ട് വാളെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, പാർട്ടി കോടതിയിലെ വിചാരണ ചെയ്യുന്ന ആളുകളായിട്ട് മാറിയ ആളുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആരാണ് അവരെ സഹായിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഈ ഇടതുപക്ഷ ഇപ്പോൾ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, ഇവരുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്കെല്ലാം ഹൈപ്പ് കൊടുക്കുന്നത് ഒരു ടോക്സിക് മാസ്കുലിനിറ്റി എന്നുള്ള ഒരു ഫാക്ടറാണ്. അവർ കട്ടത്താടി വെച്ച് വലിയ നല്ല ചുവപ്പ് മുണ്ടെടുത്ത് അല്ലെങ്കിൽ കറുത്ത മുണ്ടെടുത്ത് ഒരു അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു ഗുണ്ട സെറ്റപ്പിലുള്ള ഒരു ഇമേജ്. ഇച്ചിരി ഗുണ്ടായിസം കാണിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാളെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് മാസാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് കുട്ടികൾക്കിടയിലേക്കും യുവജനങ്ങൾക്കിടയിലേക്കും ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവം, അദ്ദേഹത്തിന്റെ പണ്ട് എപ്പോഴെങ്കിലും ഉള്ള ഒരു മാസ് വീഡിയോ ഇറങ്ങിയാൽ ഒരു 100 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 100 ഫാൻസ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പല സംഘടനകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല. ഇതിനെ എല്ലാ കാലത്തും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഇവരുടെ വീടുകളിലേക്ക് ഭക്ഷണപ്പൊതികളുമായിട്ട് അല്ലെങ്കിൽ സ്നേഹപ്പൊതികളുമായിട്ട് ചെല്ലുന്ന ആൾക്കാരുണ്ടാകും. ഇതിനെ സെലിബ്രേറ്റ് ചെയ്ത് ഈ വ്യക്തിയെ സെലിബ്രേറ്റ് ചെയ്ത് സെലിബ്രിറ്റീസ് ആകാൻ നടക്കുന്ന കുറച്ചുകൂടി കൂടുതൽ പേരുണ്ടാകാം. ഈ ഇടതുപക്ഷ പോഷക സംഘടനകളുടെ ശാപം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ പറഞ്ഞ കലാലയങ്ങളിലെല്ലാം കുട്ടികളെ കൂട്ടുന്നതും ഇവർക്ക് ഈ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ മുകളിൽ ആരുമില്ല, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസം ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം തീരേണ്ടതാണ്. കാരണം ഈ അക്രമ രാഷ്ട്രീയത്തിനെ എത്രത്തോളം നമ്മൾ വളം വെച്ചു കൊടുക്കുന്നോ, ഇതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ഫാൻസ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേജുകൾ, ഇതിലേക്ക് വരുന്നിട്ടുള്ള ആളുകൾ, അവരുടെ മാനസികാവസ്ഥയും ഇത് തന്നെയായിരിക്കാം. ഒരാളെ അടിച്ചാലോ ഒരാളെ കൊന്നാലോ ഇവിടെ ചോദിക്കാനും പറയാനും ആരും വരില്ല. അതാണ് വലിയ മാസ്. ഒരാളെ വലിയ ക്രൂരമായി മർദ്ദിച്ച് അയാളെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാണ് ആണത്തം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഒരു വില പോലും കൽപ്പിക്കാത്ത ആളുകൾ, ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി വാളെടുത്തിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ഇന്ന് ഏതവസ്ഥയിലാണ്? ഇന്ന് പാർട്ടി സംരക്ഷിക്കാൻ കാണും, നാളെ ആരും കാണില്ല ഇവരെ സംരക്ഷിക്കുക. ഇപ്പോൾ അങ്ങനെ മാസമായി വന്നതായിരിക്കാം ചിലപ്പോൾ മാല മോഷ്ടിക്കുന്ന കേസിലെ പ്രതിയായിട്ടുള്ള ഇദ്ദേഹം. ഇപ്പോൾ മാല മോഷ്ടിക്കുന്നത് ഒരു പ്രിവിലേജ് ആയിട്ട് കൊണ്ടു നടന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി ഇതിനെല്ലാം കവചം തീർക്കുന്ന ആളുകളുണ്ടല്ലോ. ഇത്തരത്തിലുള്ള സഖാക്കളാണ് ഈ പാർട്ടിയുടെ ശാപം, ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ ശാപം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, വളരെ ബേസിക് ലെവലില് കോളേജുകളിലും സ്കൂളുകളിലുമെങ്കിലും ഈ പറഞ്ഞ ഗുണ്ടായിസം, പേടിപ്പിച്ച് പാർട്ടിയിലേക്ക് ആളെ എടുക്കൽ, പേടിപ്പിച്ച് ഇപ്പൊ സമരത്തിന് ഇറങ്ങുമ്പോൾ പേടിപ്പിച്ച് നീ വന്നില്ലെങ്കിൽ നോക്കോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് ഇറക്കുക, അതുപോലുള്ള ഈ മാസ് കാണിച്ചുള്ള കുട്ടികളെ ആകർഷിക്കുക, അങ്ങനെയുള്ള പരിപാടികൾക്കെങ്കിലും തടയിടേണ്ട ഒരു സാഹചര്യം, ഒരു സമയം എന്ന് പറയുന്നത് അതിക്രമിച്ചു കഴിഞ്ഞു.